സർ, ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു കേരള സർക്കാർ നിരന്തരം കള്ളം പറയുകയാണ്. ഇപ്പോഴത്തെ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു. ഇനിയെങ്കിലും ഈ സമരം തീർക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുമോ, അതോ അവർ വീണ്ടും ഇവരെ ദുരിതക്കടലിലേക്ക് തള്ളിവിടുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ഇവിടെ ശ്രീ സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇന്ന് അദ്ദേഹം BJPയോ മന്ത്രിയോ സിനിമാ നടനോ എന്നതിനൊക്കെ അപ്പുറം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. എല്ലാ കാലത്തും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ തൻ്റെ അധ്വാനത്തിൽ, വേറെ ആരും കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ, തൻ്റെ അധ്വാനത്തിൽ നിന്ന് കൊടുക്കുന്ന വലിയ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അങ്ങനെയാണ് ഈ കുട വാങ്ങിച്ചു കൊടുത്തതും. ഇന്നിപ്പോൾ നാളെ അവർക്ക് പൊങ്കാലയ്ക്ക് കിറ്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊങ്കാല കിറ്റ് നാളെ എത്തിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യണം. അപ്പോൾ അദ്ദേഹം നല്ല പെരുമഴയത്ത് ഇവിടെ വന്നു, അവർക്ക് കുടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ ഇതിനു വേണ്ടി ഞാൻ അന്ന് വന്നതിൻ്റെ പറഞ്ഞ് നാളെ എന്ന് പറഞ്ഞാൽ പഴയ ദിവസമാണ് ഡൽഹിയിൽ പോവുകയും അതിന് വേണ്ടി കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പോവുകയും JP നദ്ദയുമായി ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുകയും അതിനൊരു നാഷണൽ അറ്റൻഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. കാരണം ഇവിടെ 26,000 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 27,000 പേരേ ഉള്ളൂ. നാഷണൽ ലെവലിൽ 10 ലക്ഷം പേരുണ്ട്. ചെറിയ നമ്പറല്ല അത്. അതെ, അവരൊരു പാർലമെൻറ്റ് മാർച്ചൊക്കെ പ്രഖ്യാപിച്ചാൽ വലിയ ബുദ്ധിമുട്ട് വരും. കർഷകരെക്കാൾ കൂടുതൽ അംഗങ്ങളുണ്ട് അവർ. അതെ. അപ്പം 10 ലക്ഷം ആളുകളുണ്ട്. ആ 10 ലക്ഷം ആളുകൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള ചർച്ചയാണ് നടന്നത്. കാരണം ഇൻസെൻറ്റീവ് കൂട്ടണം. കേന്ദ്രം 2,000 രൂപയാണ് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ വേറെ 1,000 രൂപ. ബാക്കി പണം സംസ്ഥാനം എല്ലാം കൂടെ ഓണറേറിയം ആകെ 7,000 ഉള്ളൂ. അതിൽ 3,000 അവിടെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഇൻസെൻറ്റീവ് വൈസാണ്. ഓരോ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചൊക്കെയാണ് പൈസ വരുന്നത്. അപ്പോൾ ഇത് സുരേഷ് ഗോപി സംസാരിക്കുകയും അദ്ദേഹം ആരോഗ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് എടുക്കുകയും, വെറുതെ ഒരു ഡിസ്കഷൻ എന്നുള്ളത് സാധാരണ അതൊരു ഡിസ്കഷനിലും തീരും, അങ്ങനെ അല്ല. അതവർ ഹോംവർക്ക് ചെയ്യുകയും പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരുടെ സേവനം മഹത്തരമാണ്. അതിന് വലിയ കാര്യമാണ്, മഹത്തരമാണെന്ന് പറഞ്ഞു. നടപടി ഉടനെ, അതെ, വളരെ പെട്ടെന്ന് നടപടിയായി. അപ്പോൾ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു അവർക്ക് വേതനം ഇൻസെൻറ്റീവ് കൂട്ടേണ്ടതാണ്, കൂട്ടും എന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു മന്ത്രി. പാർലമെൻറ്റിൽ പറഞ്ഞതാണ്, കേരളത്തിന് കൊടുക്കാൻ ഇനി പണമൊന്നുമില്ല, മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞു. അത് പറയുമ്പം ഇവിടെ നമ്മുടെ ശ്രീമതി വീണ ജോർജ് മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും പണം കിട്ടാനുണ്ട്. സന്തോഷ് കുമാർ MP, CPIയുടെ MP, രാജ്യസഭ MP അപ്പം തന്നെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും, അങ്ങനെ പണം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലൊരു പ്രശ്നമുണ്ട്, പല സ്റ്റേറ്റുകൾക്കുമുണ്ട്, എന്നാലും കേരളത്തിലകത്ത് വളരെ കൂടുതലാണ്. കേന്ദ്ര പദ്ധതികളുടെ അനുബന്ധമായി ഗൈഡ് ലൈൻ വരും, അതിൻ്റെ കൂടെ ഒരു മാർഗരേഖ കൂടെ വരും. ഇതെങ്ങനെ ഇത് ഈ പണം ഏതെല്ലാം ഹെഡിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ 1 കോടി രൂപ അനുവദിച്ചാൽ, അല്ലെങ്കിൽ 10 കോടി 100 കോടി രൂപ അനുവദിച്ചാൽ, വലിയ പൈസയല്ലേ, ചെറിയ പൈസ, 100 കോടി രൂപ അനുവദിച്ചാൽ 20% ഇന്ന കാര്യത്തിന്, 30% ഇങ്ങനെ പറഞ്ഞിട്ട് 10% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാം. അത് തന്നെ അതിൽ തന്നെ 5% സ്റ്റേറ്റിന് എടുക്കാം, 2% ഡിസ്ട്രിക്റ്റിന് കൊടുക്കാം. ഇങ്ങനെ സാലറി കമ്പോണൻ്റ് എത്ര എടുക്കാം, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് പറയും. അങ്ങനെ കണ്ടീഷൻ പറഞ്ഞാൽ പൈസ കൊടുക്കാൻ പറ്റൂ. ഏത് ഇപ്പം സംസ്ഥാന സർക്കാർ പഞ്ചായത്തിന് പൈസ കൊടുക്കുമ്പോഴും അങ്ങനെ പറയേണ്ടി വരും. പഞ്ചായത്ത് നാട്ടുകാർക്ക് കൊടുക്കുമ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുമ്പോഴും അങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ പൈസ എന്തിനെങ്കിലും ഒരു ചിലവാക്കുമല്ലോ, കമ്പോണൻറ്റ് സ്കീം കറക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരും. ഈ ഗൈഡ് ലൈൻ പലപ്പോഴും ഇവിടെ എന്ത് ചെയ്യാറില്ല, പാലിക്കാറില്ല. ഗൈഡ് ലൈൻ പാലിക്കാതെ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കറക്റ്റിന് കൊടുക്കാൻ പറ്റില്ല, ഗൈഡ് ലൈനിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. കാരണം താഴേക്ക് പോയ പൈസ അതനുസരിച്ച് വകമാറ്റി ചിലവഴിക്കൽ നമ്മുടെ ഒരു രോഗമാണ്. നമ്മുടെ പണി എന്നുള്ള ഒരു രോഗമാണ്. മിക്കവാറും വക മാറ്റിയിരിക്കും നമ്മൾ. പണ്ട് എല്ലാ ഗവൺമെൻറ്റും, അതിപ്പോൾ ഈ LDF ഗവൺമെൻറ് മാത്രമല്ല, സുനാമിയുടെ ഫണ്ട് പിന്നെ പണ്ട് പാല ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, അവിടുത്തെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? കടലോര പ്രദേശത്ത് നടക്കുന്നു, അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ആദിവാസി ഫണ്ട് വ്യാപകമായി. ഇപ്പോൾ സുരേഷ് ഗോപി അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപിക്കാൻ പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ആദിവാസി ഫണ്ടും ഇതുപോലെ വ്യാപകമായി വകമാറ്റം. ഇപ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തയച്ചു, ഞങ്ങൾക്ക് പൈസ റിലീസ് ചെയ്യണമെന്ന് കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ നിന്നൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് വൈറലായി ഓടുന്നൊരു ലെറ്ററാണ്. ആ ലെറ്ററിൽ കേന്ദ്ര ഗവൺമെൻറ് 2ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ഗൈഡ് ലൈനുകളിലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല, ആരോഗ്യ കേന്ദ്രങ്ങളെ ഞങ്ങൾ നിങ്ങൾ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഫണ്ട് ലാപ്സ് ആവുകയാണ്. അപ്പോൾ ലാപ്സ് ആവുന്ന, അതായത് ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ ലാപ്സ് ആവുന്ന ഫണ്ടാണ് ഇവർ തന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്നതും ശരിയാണ്,
അവർ പറയുന്നതും ശരിയാണ്. അവർ പറയുന്നത് എന്താണ്, ഒരു പൈസ ഞങ്ങളിനി, പക്ഷെ ന്യായം അതാണ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അവർ പറയുന്നത് എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ഇനി ഒരു പൈസയും കൊടുക്കാനില്ല. കാരണം എന്താണ്, നിയമം നോക്കുമ്പോൾ ലാഭ്സായ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ഈ ലാഭ്സായ പൈസ കിട്ടിയിട്ടില്ലെന്നാണ്, 633 കോടി കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് വാങ്ങാനും കറക്റ്റായിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും വകമാറ്റി ചെലവഴിക്കാതിരിക്കാനും അവർ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് പോകാനും പൊളിറ്റിക്കലായ ചില പ്രശ്നങ്ങൾ കാണിക്കും. ഇവിടെ ഈ വകമാറ്റുന്നെല്ലാം ബ്യൂറോക്രസി ലെവലിൽ നടക്കുന്ന കാര്യമാണ്. ഏത് കാര്യം, ഇപ്പോൾ മന്ത്രിമാരും, ഞാൻ നേരത്തെ ഡയറക്ടറൊക്കെ ആയിരുന്ന ആളാണ്. അപ്പം നമ്മളോട് മന്ത്രിമാർ വിളിച്ചിട്ട് ഇന്ന കാര്യം അങ്ങനെ ഇങ്ങനെ പറ്റും, നമ്മൾ പറയും സാർ അത് പറ്റില്ല, പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയും, ചെയ്യേണ്ടെന്ന് പറയും. അല്ലാതെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയില്ല. ചില ഉദ്യോഗസ്ഥർ എന്താ പറയുക, എന്ത് കാര്യം പറഞ്ഞാലും അത് നമുക്ക് ചെയ്യാമെന്ന് പറയും. അതേപടി കാരണം അവരുടെ പ്രൊമോഷൻ, അവരുടെ കാര്യങ്ങൾ അവർക്ക് ഇരുന്ന് പോകുക എന്നുള്ളതാണ് അവരുടെ വിഷയം. അപ്പം എന്ത് കാര്യവും ചെയ്യാമെന്ന് പറയും. എന്നിട്ട് വന്നിരുന്നിട്ട് മന്ത്രിമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച്, അങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഫണ്ട് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഫണ്ട് വ്യാപകമായിട്ട് വകമാറ്റും. ഇത് ഒരുപാട് സ്കീമുകളുണ്ട്. ജലജീവ മിഷനിൽ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ കുട്ടനാട് പാക്കേജിൽ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ NHM ഇങ്ങനെ സംഭവിക്കുന്നു, വളരെ കുടുംബശ്രീയിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ആര് ഭരിച്ചാലും സംഭവിക്കും. സിസ്റ്റം, ഭരണകൂടം വേറെ, ഭരണം വേറെ. ഭരണകൂടത്തിന് മാറ്റമൊന്നുമില്ലല്ലോ, ഭരണത്തിനല്ലേ മാറ്റമുള്ളൂ. ഭരണകൂടം ഒരു മിഷൻ പോലെ ഇവിടെ ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റും സംവിധാനം ഒന്നും. അതൊന്നും ആരും പൊളിച്ചെഴുതിയിട്ടില്ലല്ലോ, തൊടാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇതുവരെ. അപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ട് അതൊന്നും ആരും തൊട്ടിട്ടുമില്ല. നമ്മൾ ഈ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി, എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയല്ല, അതേ ഇരട്ട ചങ്കാണെന്നൊക്കെ പറയുമ്പോൾ ഇതിനെ തൊടാൻ പറ്റിയിട്ടില്ല. ഈ സിസ്റ്റത്തെ നമുക്ക് തൊടാൻ പറ്റിയിട്ടില്ല, ബാക്കി കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് സംഭവിക്കും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളിപ്പോൾ പൈസ നിങ്ങൾക്ക് ഇനി തരാനില്ല, ലാപ്സായി പോയതുകൊണ്ട്. ഇവർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെയല്ല തരണം. അപ്പം പക്ഷേ കേരളത്തിന് ഒരു കാര്യത്തിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യത്തിൽ നമുക്ക് കേരളത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ഗൈഡ് ലൈനുകൾ മിക്കവാറും എല്ലാ സ്റ്റേറ്റും എന്ത് ചെയ്യാറുണ്ട്, പാലിക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ ചില ഗൈഡ് ലൈനുകൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയല്ലേ, ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന, അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് വന്നത്. അംബേദ്കർ പദ്ധതികൾ വരുന്നുണ്ട്, അംബേദ്കറിൻ്റെ പേരിൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ, ഇങ്ങനെ രാജീവ് ഗാന്ധിയുടെ പേരിൽ. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി വന്നു, രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷൻ വന്നു രാജ്യത്ത്. അങ്ങനെ പ്രധാനമന്ത്രിമാരുടെ പേരിൽ വരും. പക്ഷേ ഇത് മോഡിയുടെ പേരിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന പേര് വന്നാൽ ഇവർ വയ്ക്കില്ല. അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിച്ച് കൂടി ഇതിനകത്ത്. പക്ഷേ സാർ ഒരു വ്യത്യാസമുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഇത്തരം എല്ലാ സ്റ്റേറ്റുകാരും പൈസ മേടിക്കും. അല്ല, അത് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു വെക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പേരില്ല, പ്രധാനമന്ത്രി ആവാസ് യോജന അതെ എന്ന് പറഞ്ഞാണ് അത് വരുന്നത്. പക്ഷേ ഒരു ഫോട്ടോ ആരാണോ പ്രധാനമന്ത്രി ആയിരിക്കും ആളുടെ ഫോട്ടോ വെക്കേണ്ടി വരും. അപ്പോൾ അത് വെക്കേണ്ടി വരും. പക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ചില എതിർപ്പുകൾ ഉള്ളത് കൊണ്ട് സമയത്ത് ഇത് മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഒരു സ്റ്റേറ്റിലും ഇല്ല. തമിഴ്നാട് മോഡിയായിട്ട് നല്ല തർക്കം നടക്കുന്ന സ്റ്റേറ്റ് അല്ലേ, അവിടെ ഈ പ്രശ്നങ്ങളില്ല, ഇങ്ങനത്തെ ഫൈറ്റ് ഇല്ല. നരേന്ദ്രമോദിയുടെ അവർക്ക് പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്ര. അത് വേറെ മാത്രമല്ല, അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് പോയി ഫൈറ്റ് ചെയ്ത് എന്ത് വാങ്ങിച്ചോണ്ട് വരും, പണം വാങ്ങിച്ചോണ്ട് വരും. അവരുടെ ആവശ്യം പിന്നെ അവർക്ക് അങ്ങനെ വേറെ ഇപ്പം മുല്ലപ്പെരിയാർ വിഷയമൊക്കെ വന്ന് നോക്കട്ടെ, അവർ ഇടിച്ച് ഒറ്റക്കെട്ടാണ്. രണ്ടാമതൊരു ചോദ്യമില്ല ഹിന്ദിക്കെതിരെ, ശരിയോ തെറ്റോ, ജല്ലിക്കെട്ട് തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, അത് വേറെ വിഷയം. പക്ഷെ അവർ ഒറ്റക്കെട്ടാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. അത് സ്റ്റേറ്റിനകത്തും സ്റ്റേറ്റിന് പുറത്തും നമ്മൾ അങ്ങനെ അവരൊന്നാണ്. ഈ അവരെ വികസന കാര്യത്തിൽ അവർ ഒന്നാണ്. നമ്മൾ അങ്ങനെ അല്ല കാണുന്നത്. നമ്മൾ പലപ്പോഴും ഈ പെറ്റി പൊളിറ്റിക്സ് കളിക്കും. പിന്നെ ആദ്യം BJP ഇപ്പം ഇവരിവിടെ ഇരുന്നുകൊണ്ട് ഒരു ഫോട്ടോ വച്ചതുകൊണ്ടോ വയ്ക്കാതിരുന്നത് കൊണ്ടോ BJPക്ക് വല്ല കുഴപ്പം വരുന്നുണ്ട്. അവിടെ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വച്ചതുകൊണ്ട് വയ്ക്കാത്തതുകൊണ്ട് അതിലൊരു രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇത് അങ്ങനെയല്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരും എന്ത് ചെയ്യും, അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറയും. ഇത്തരം കാര്യങ്ങൾ ഇതുപോലത്തെ പല ഗൈഡ് ലൈനും അവിടെ നിന്ന് ഇറക്കും. അപ്പോൾ ഇതൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം, അതെ, ഒരു വല്ലാത്തൊരു ചെറിയ ഇടുങ്ങിയ രാഷ്ട്രീയത്തിൽ പെട്ടുപോയത് ആരാണ്? കേരളത്തിലെ ജനങ്ങളും ആശാ വർക്കേഴ്സുമാണ്. ഒരുപാട് പദ്ധതി, കുട്ടനാട് പാക്കേജ് പൊളിഞ്ഞ് പാളിഷായി പോയില്ലേ. നമുക്ക് ഓരോ പദ്ധതികൾ എടുത്ത് നോക്കും. അപ്പോൾ ഈ പദ്ധതികൾക്ക് വരുന്ന ഗൈഡ് ലൈനുകൾ നമ്മൾ പാലിക്കാറില്ല. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ സമയത്ത് കൊടുക്കാറില്ല. അതിൻ്റെ ഭാഗമായി ഒരുപാട് കോടിക്കണക്കിന് രൂപ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനകത്ത് NHM-ലും അങ്ങനെ നഷ്ടപ്പെടുന്നു. ഇനിയിപ്പോൾ ഇൻസെൻറ്റീവ്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇൻസെൻറ്റീവ് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ കേന്ദ്രമുണ്ട്. പക്ഷേ ഇൻസെൻറ്റീവ് കൂട്ടിയാലും അവർക്ക് 21,000 എത്തത്തില്ല. അത് 3,000 5,000 അങ്ങനെ എന്തെങ്കിലും കൂട്ടത്തല്ലേ ഉള്ളൂ. പക്ഷേ 21,000 എത്തണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും എത്തണമെങ്കിൽ സ്റ്റേറ്റ് കൂടി എന്ത് ചെയ്തേ പറ്റുള്ളൂ, കൃത്യമായി കനിഞ്ഞേ പറ്റുള്ളൂ, സഹകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 17-ാം തീയതി അവർ ഉപരോധ സമരം വച്ചിരിക്കുന്നു, നാളെ പൊങ്കാല വച്ചിരിക്കുന്നു. ഇവർ സമരം വളരെ ശക്തമായി പോവുകയാണ്. പിന്നെ ഈ സമരത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം,
അത് ഒരുപക്ഷെ ആശാ വർക്കേഴ്സ് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു കോവിഡ് കാലത്തൊക്കെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിരിക്കും. കേരളത്തിൻ്റെ പൊതുസമൂഹം അവരെ കൂടെ ഉണ്ട്. സാധാരണ സമരങ്ങൾക്കെതിരാണ് ആളുകൾ. ഈ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പോയി വളരെ എല്ലാവരും കോടതി വരെ എതിരാണ്, എല്ലാവരും എതിരാണ്. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പെണ്ണുങ്ങൾക്ക് വേറെ ജോലിയില്ല എന്നൊക്കെ ചോദിക്കും. ആശാ വർക്കേഴ്സ് 10-18 ദിവസം അവിടെ സാക്ഷരതാ പ്രേരകന്മാർ ഇതുപോലെ ഒരു മാസം കിടന്നു ഒന്നും സംഭവിക്കാതെ അവർ എഴുതി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത് അവരും നല്ല നമ്പറുണ്ട് കേരളത്തിൽ, എല്ലാ പഞ്ചായത്തിലും ഉള്ളവരാണ്. പക്ഷേ ഇത് വലിയ അനുഭാവം സംസ്ഥാന തലത്തിലും അവർക്ക് കിട്ടി, ദേശീയ തലത്തിലും കിട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകക്ഷി ഒഴിച്ചുള്ള എല്ലാവരുടെയും കിട്ടി. ഭരണകക്ഷിയിൽ CPIയുടെയും കിട്ടി, RJDയുടെ കിട്ടി. അപ്പം എല്ലാവരുടെയും ഭരണമുന്നണിയിൽ നിന്ന് പോലും അവർക്ക് അനുകൂലമായ, പിന്നെ സാംസ്കാരിക മണ്ഡലം മൊത്തം അവരവിടെ വന്നു, മറ്റ് സംഘടനകൾ വന്നു. അത് വലിയൊരു ഒരു മാറ്റമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ കേന്ദ്രം എത്രയാണ് വർദ്ധിപ്പിക്കുന്നതെന്നും ഇവിടെ എത്ര കൊടുക്കുമെന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. ഇത് ഈ കേന്ദ്രം വർദ്ധിപ്പിച്ചതിനെ തുരങ്കം വയ്ക്കാതിരിക്കട്ടെ സംസ്ഥാനം, അത് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളത്.